എല്ലാവർക്കും ഇൻവൈറ്റഡ് മല്ലു എന്ന ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതമാണോ? ഓക്കെ, എന്താണ് പരിപാടി? ഇവിടെ ഇപ്പൊ അൺബോക്സ് ചെയ്യാൻ പോവാണ് കുട്ടി ഗിഫ്റ്റ്. അൺബോക്സിംഗ് വീഡിയോ. ഓക്കെ, അൺബോക്സിംഗ് വീഡിയോ ആണ്. ഓക്കെ, ആമസോണിൽ നിന്നാണല്ലോ ഡെലിവറി ചെയ്തിരിക്കണേ. എന്താ നോക്കാം നമുക്ക്. ഓക്കെ, എന്താണത്? എന്ത് സാധനടാ? ചേച്ചി കൊടുക്കാൻ. എന്താ ചേച്ചിയില്? കിച്ചൺ പ്ലേ സെറ്റ്. ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ അൺബോക്സ് ചെയ്ത് തുടങ്ങുവാണേ. ചേച്ചി സെറ്റ് ചെയ്യാൻ പോവാണേ. ഇതിൽ ഇൻസ്ട്രക്ഷൻസും അതിനെങ്ങനെ അസംബിൾ ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ ചെയ്യാൻ പോകുന്നത്. ആമക്കുട്ടീസ്. ഇതിന്റെ ഇടയിൽ ഒരാൾ നൈസിൽ കാണിക്കുന്ന പരിപാടി ഒക്കെ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു. എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾക്ക് എല്ലാം കൂടി അസംബിൾ ചെയ്തിട്ട് കാണാം അല്ലേ? അല്ലേ? സ്റ്റേജ് റെഡിയാക്കി നമ്മള് എന്ത് ചെയ്തു? അസംബിളൊക്കെ ചെയ്തു. ഈ സ്റ്റിക്കർ ഒട്ടിക്കണം. ഓക്കെ, ഇപ്പോൾ അവർ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഈ സ്റ്റിക്കറിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി ഇവരുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. അവർ തന്നെ ചെയ്യുകയാണ്. ആ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണെങ്കിലും അത് അസംബിൾ ചെയ്യുന്നതാണെങ്കിലും. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ആൻഡ് ഫൈൻ മോട്ടോർ സ്കില്ലാണ് അവിടെ ഡെവലപ്പായിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു കിച്ചൺ ടൂൾസ് എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടെക്നിക്സാണ് എന്നുള്ളതൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? കൊതുക് കടി സഹിക്കാൻ പറ്റാണ്ട് കൊതുക് തിരികെ കത്തിച്ച ശേഷമാണ് ഇപ്പൊ ഓമോസിന് നടന്ന സ്കൂട്ടായി. രാമി കുഞ്ഞ് വളരെ കെയർഫുൾ ആയിട്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താ സ്റ്റിക്കേഴ്സ് എല്ലാം കുറച്ചും കൂടി ഉണ്ട്. എന്താ ഈ പാകത്തിന് അറിയാണ്ട് ഇവിടെ ഞാൻ ഇന്നെ വെക്ക. ഓമോ ഒട്ടിച്ചോളൂ. ഓമോസേ ഒട്ടിച്ചോ. ഇതിൽ ആരാ ഷെഫ്? നീയാണോ? അപ്പൊ ചേച്ചിയോ? ചേച്ചി ചേച്ചിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ ചേച്ചി? വേണ്ട, ചേട്ടൻ അവിടെ തന്നെ ഇരുന്നു. ചേട്ടൻ അവിടെ ഇരുന്നേ. പോണു ചേട്ടൻ. ഓക്കെ, ഇതിപ്പോ ഞാൻ ആമസോണിൽ നിന്നാട്ടോ ഓർഡർ ചെയ്ത്. എന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഇപ്പൊ വെക്കേഷൻ സ്പെഷ്യൽ ഇവർക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ. വളരെ സൂക്ഷ്മമായിട്ടുള്ള കണ്ടോ എത്ര കെയർഫുൾ ആയിട്ടാണ് സ്പേസിക്ക് ഉണ്ട്. കണ്ടോ ഇത് കണ്ടോ? ഇത് നമുക്ക് ഇവിടെ കുട്ടി കുട്ടിയില്ല ഇതുപോലെ ഹാങ് ചെയ്യാം. ഇതിന്റെ കുറച്ച് കുഞ്ഞു സ്പൂൺസ് ഇനിയുണ്ട്. എത്ര നമ്പർ സ്പൂൺ ഉണ്ട്? അങ്ങനത്തെ 4 അല്ലേ? 5 ഉണ്ടോ? ഓക്കെ, സ്പൂൺ ഫോർക്ക് ഇവിടെ ഉണ്ട്. ഓമ ഇതില് ഹാങ് ചെയ്തേ. ഓമ ഹാങ് ചെയ്യാൻ പോവാനേ. തിരിച്ച് ശരി ശരി. ചേച്ചി കേട്ടോ എന്റെ ഇടയിൽ അടുത്ത ആള് സ്റ്റിക്കർ വിളിച്ചു തുടങ്ങി. ഓ, ഇത് കുറച്ച് കുത്താൻ പെർഫെക്ഷനിസ്റ്റ് ആമിക്കുഞ്ഞ്. പൊളിക്കാൻ പറ്റുന്നില്ല. പൊളിക്കേണ്ടത് കുഴപ്പമില്ല. സ്റ്റിക്കർ ഒട്ടിച്ചപ്പോ താഴിച്ചിട്ട് കൂടിപ്പോയെന്നാ പറയണേ. സോ ഇതുപോലത്തെ ടോയ്സ് ഡെഫിനറ്റ്ലി അവരുടെ സ്ക്രീൻ ടൈം, TV, മൊബൈൽ ഇതിൽ നിന്നൊക്കെ മാറ്റി ഇവർക്കൊരു പ്ലേ ടൈം, ബെസ്റ്റ് ടൈം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഇൻഡോർ ഗെയിംസിന് പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ടോയ് ആണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനും പിന്നെ ഷെയറിങ് എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ ഇതൊക്കെ നല്ല രീതിക്ക് നടക്കുകയും ചെയ്യും. പണ്ട് ഇവരുടെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ കളിച്ചിരുന്നത് ചക്കയും കലമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് പകരമാണ് ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സോ അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ അവരുടേതായിട്ടുള്ള ലേറ്റസ്റ്റ് പരിപാടികൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് നഷ്ടമായിട്ട് കരുതണ്ട. ചായ ഉണ്ടാക്കി തരോ?
കപ്പൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യില്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കിച്ചന്റെ പേരെന്താ? പേരെന്താ? ഓമീസ് കിച്ചൺ. ആമി ഓമി. അതാണ് ഓമീസ് കിച്ചൺ. ആമി പ്ലസ് ഓം ഈസ് ഈക്വൽ ടു ഓമി. ഓ, ഓമീസ് കിച്ചൺ. ഓക്കെ, അപ്പോൾ അസംബ്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തും തോറും നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇതിലിപ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നല്ല രീതിക്ക് ബിൽഡ് ആകുന്നത്. ഇതിൽ എന്തൊക്കെയുള്ള സെറ്റിലെന്ന് ബ്രീഫ് ചെയ്യാവോ? ഓക്കെ ഇതിലിപ്പോ ഇതില് കുറച്ച് രണ്ട് വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ ഈ ഓമ കൈമാറ്റി എന്തൊക്കെയാന്ന് പറഞ്ഞു തരട്ടെ ചേച്ചി. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, കത്തിയുണ്ട്, 2 കത്തിയുണ്ട്. പിന്നെ എടാ ഇത് ഒരു ഫോർക്ക് എവിടെ? അയ്യോ ഫോർക്ക് എവിടെ? ഓക്കെ, ഇത് സിങ്ക് അല്ലേ? സിങ്ക്, ടാപ്പ്, ഇതൊരു ഇൻഡക്ഷൻ സ്റ്റൗ പോലെ മെയിൻ ആയിട്ടുള്ളത് അല്ലേ? മെയിൻ സ്റ്റൗ. അതിന്റെ അവിടെ ഒരു ചെറിയ സ്റ്റൗ ഉണ്ടല്ലേ? അത് നമുക്ക് ടീ അങ്ങനത്തെ സ്റ്റൗ ആണോ? അതെ, ബോയിലിംഗ് അങ്ങനത്തെ സംഭവത്തിന്. ഓക്കെ, പക്ഷെ ഇത് ഓഫായി കിടക്കണം. പിന്നെ ഇനിയിപ്പോ അവിടെ ഹാങ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. 2 കത്തി ഉണ്ട്, 2 സ്പൂൺ ഉണ്ട്, ഒരു ഫോർക്കും കൂടി ഉണ്ടായിരുന്നു. അത് അതേണ്ട് ഇതൊരു ഫോർക്ക്. അങ്ങനെ 2 കപ്പ് സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർക്ക്, കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർക്ക്. ഓക്കെ, കൊള്ളാം. പിന്നെ 2 കപ്പ് ഉണ്ട്. പിന്നെ 2 പ്ലേറ്റ് സെർവ് ചെയ്യാനായിട്ടും പിന്നെ ഇങ്ങനെ ടീ കൊടുക്കുന്ന സമയത്ത് ഒക്കെയുള്ള പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് പാൻ ഉണ്ട്. പാൻ അല്ലേ ഇത്? സോസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു പ്ലേറ്റ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ പറയുന്നു ഇഷ്ടമുള്ള പോലെ ചെയ്യാം അല്ലേ? പിന്നെ സെർവ് ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാനായിട്ടുള്ള മറ്റേ എന്താണ് അടച്ചു വെച്ച് വേവിക്കാനായിട്ടുള്ളതും ഫ്രൈ ചെയ്യാനായിട്ടുള്ളത്. കൊള്ളാം, ഓവറോൾ കൊള്ളാം അല്ലേ? വെജിറ്റബിൾസ് ഉണ്ടല്ലോ. ഇതെന്താ നോക്കട്ടെ, അതെന്തായിരുന്നു? ക്യാബേജ്. പിന്നെ ക്യാരറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് വറുത്ത് വെച്ചിരിക്കുന്ന ഒരു ബുൾസൈയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓവറോൾ കൊള്ളാം അല്ലേ? പിന്നെ 2 സോസും ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എവിടെയാ ഓമീസ് കിച്ചൺ? ഓഹോ, ഓൾ സെറ്റ് അല്ലേ? കൊള്ളാലോ. ഞങ്ങക്ക് ഇനി എന്തൊക്കെ ഉണ്ടാക്കി തരും? കൊതുകിനെ ഓടിക്കാൻ വേണ്ടിട്ട് കൊതുകിനെ മെയിൻ ഷെഫ്. നിങ്ങൾ 2 പേരും കൂടിയാണ് കുക്ക് ചെയ്തായിരുന്നേ? എന്തൊക്കെയാ ഇവിടുത്തെ സ്പെഷ്യൽ? ബുൾസൈ. പിന്നെ കുറച്ച് നൂഡിൽസ് ഒക്കെ ഉണ്ടോ? അമ്പോ. പിന്നെ ഫ്രൈഡ് റൈസ്. ലൈവ് കിച്ചൺ ആണോ? ഞങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കുക്ക് ചെയ്യണതൊക്കെ. പിന്നെ ചായ ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. വാവ്, അപ്പൊ തുടങ്ങിക്കോ. ഞങ്ങൾ കാണാം. എന്താണ് വേണ്ടത്? ഇനോഗ്രേഷൻ സ്പെഷ്യൽ കേക്ക് ആണോ? സൂപ്പർ ആയിട്ടുണ്ട്. നീ ഉണ്ടാക്കിയ കേക്കാണോ? ഓഹോ, ഓക്കെ. അപ്പൊ എന്റെ ഓർഡർ ഒരു ഓംലെറ്റും പിന്നെ എനിക്കൊരു ഓംലെറ്റും പിന്നെ നൂഡിൽസും വേണ്ട. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാനേ. ഞാൻ കേക്കൊക്കെ കഴിച്ചാൽ എനിക്ക് ഉണ്ടാക്കി തരണം കേട്ടോ. ഓംലെറ്റ്, നൂഡിൽസ്, നമുക്ക് ചായ. ഓംലെറ്റ് ആയിരുന്നു, ബുൾസൈ ആയിരുന്നു? വാവ്, കുറച്ച് ചീസി ഓംലെറ്റ് വേണം. ചീസൊക്കെ ഇട്ട് തരണേ. ചീസും ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട്. എല്ലാം തട്ടിമറിച്ച് കളയുന്നു ഈ ഷെഫ്. ഇട്ടാ കുറച്ചു നേരം മൂടി വെക്കണം. ഓക്കെ, അപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഓംലെറ്റ് റെഡി. ഓംലെറ്റിനുള്ള പാത്രമുണ്ട്. ഇയാണ് ഷെഫ്. ഓക്കെ, അപ്പൊ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനിടയില് വേറെ ഷെഫ് അടുത്ത ബ്രെഡും കൊണ്ട് വന്നേക്കാണ്. സ്വീറ്റ് ബ്രെഡ് ആയിട്ട് വേണോന്ന്. വാവ്, സൂപ്പർ. ചീസി ആണോ? ഓക്കെ ഓക്കെ ഷെഫ്, ഇത് എനിക്ക് ഷെഫിന് ഞാൻ അങ്ങോട്ടേക്ക് ഡെഡിക്കേറ്റ് ചെയ്യണു. സ്പെഷ്യൽ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ?
നോക്കട്ടെ. വാവ്, സൂപ്പർ അല്ലേ? സൂപ്പർ. നമുക്ക് കഴിച്ചാലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡിഷ് സൂപ്പർ ആയിട്ടുണ്ട്. ഇനി എനിക്കൊരു നൂഡിൽസും കൂടിയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. എനിക്ക് തരാവോ? 5 minutes. 5 minutes അല്ലോ? സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. എനിക്ക് വെജിറ്റബിൾ നൂഡിൽസ് മതി കേട്ടോ. ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ഇട്ടിട്ട്. ചായ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോ മുറിക്കാൻ ഒരു സ്ഥലം വേണം. ഈ ഷെഫാണെങ്കിൽ ഏത് നേരം ഫുഡ് അടിച്ചോണ്ടിരിക്കുന്ന ഷെഫാ. ഹെൽപ്പ് ചെയ്യണ പോലുമില്ല മെയിൻ ഷെഫിന്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളായിട്ട് പോകും. മെയിൻ ഷെഫ് കുക്ക് ചെയ്യണത് മൊത്തം ഈ ഷെഫ് എടുത്ത് കഴിക്കും. എന്ത് ചെയ്യുവാ ഷെഫ്? കട്ട് ചെയ്യാണോ? അയ്യോ സോറി, നൂഡിൽസ്. അതെ ഒറ്റമാനുണ്ട്. ഷെഫിന്റെ പാപ്പ മടി കഴിഞ്ഞപ്പോ കുട്ടി ഷെഫ് എത്തി. കുട്ടി ഷെഫിന് ഡ്യൂട്ടി ഒന്നും കൊടുക്കുന്നില്ലേ മെയിൻ ഷെഫ്? ഡ്യൂട്ടി തീർന്നല്ലോ. ക്ലീനിങ് കൊടുക്കും. ക്ലീൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടി പട്ടാളത്തെ എല്ലാവരും രണ്ടുപേരും ഈക്വലി എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ കിച്ചൺ. ഇഷ്ടായോ? ഓമന് ഇഷ്ടായോ? ഇവിടത്തെ കേക്ക് ഒക്കെ ഇരിക്കണം, കേക്ക് കഴിച്ചിട്ട്. ഷെഫ് ഇതിന്റെ ഇടയിൽ സ്കൂട്ടായി. ചേച്ചിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? ചേച്ചിക്കുട്ടി ചേച്ചിക്ക് ഇതിൽ എന്തായിട്ടും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇത് രണ്ടും സംഗതി ഇഷ്ടപ്പെട്ടു, ഈ സിംഗ് ഇഷ്ടപ്പെട്ടു, ഈ സാധനം ഇഷ്ടപ്പെട്ടു, ഈ സാധനം ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇത് വെച്ച് കളിക്കാൻ പറ്റുമോ ഇനി? അങ്ങനെ ഞാൻ ഇതേ വെജിറ്റബിൾ വെച്ചിട്ടുള്ള ഞാൻ നൂഡിൽസ് കഴിക്കട്ടെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.